എന്റെ കഴിഞ്ഞതിനാ പിന്നെയും തമ്പരാക്കന്മാരെ വളർത്തിക്കൊണ്ട് വരുമല്ലേ, അത് വേണ്ട, കമ്മ്യൂണിസ്റ്റുകാരൻ മതി. പ്രാവശ്യം ജയിക്കുന്ന രണ്ടല്ല ജോസ് കെ മാണി. അവിടെ വോട്ട് കൂടുതൽ കിട്ടുന്നവര് വൈകി, ആർക്ക് കിട്ടും കൂടുതൽ വോട്ട്? അതിപ്പോ അവരുടെ പ്രവർത്തനം പറ്റും. ഇവിടെ LDF തന്നെ വീണ്ടും പറഞ്ഞോന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. മത്സ്യക്കാപ്പനും വളരെ ടൈറ്റ് മത്സരമാണ്. പുള്ളിയുടെ പ്രായമൊക്കെ ഒരു പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. നമസ്കാരം. അങ്ങനെ നമ്മള് പാലയിലെ ജനങ്ങളുടെ അഭിപ്രായം, പാലയിലെ ജനങ്ങളെ എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ഒരു കട. ചേച്ചി, ഇതേതാ സ്ഥലം? പള്ളിച്ചിറ. എത്രാം വാർഡാ? 10ാം വാർഡ്. ഈ പാലയിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയുണ്ട്? അയ്യോ, എന്താ പറയണ, നല്ല വിശേഷമല്ല. അതിപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല പറയാൻ. ഇത്തവണ ആര് ജയിക്കാനാ സാധ്യത? ഇപ്രാവശ്യം ജയിക്കുന്ന രണ്ടല്ല ജോസ് കെ മാണി. ജോസ് കെ മാണി, ഒരു സംശയമില്ല. ഇല്ല. അതെന്താ അങ്ങനെ ഒരു ഉറപ്പിന്റെ ഒരു കാരണം? ഉറപ്പിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്നാ പറയണ, പുള്ളിനെ ഇഷ്ടമാണോ? ഇഷ്ടമല്ലല്ലോ, നമ്മൾ ഇഷ്ടമായിട്ടാണ്, നമ്മളൊരു കഴിവുകൊണ്ട് നോക്കിയല്ലേ ചെയ്യുന്നത്. അപ്പൊ കഴിവുള്ള ആളാണ്. മാണി സാറിന്റെ മോനല്ലേ, പാലായ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരങ്ങൾ, ഒത്തിരി വികസന പ്രവർത്തികളെല്ലാം ചെയ്തതല്ലേ. അപ്പൊ അതിന്റെ പിന്തുടർച്ച അവകാശിയായിട്ട് ഇനിയും പാലായി പുരോഗമിക്കണേ ജോസ് കെ മാണി തന്നെ ജയിക്കണം. അപ്പൊ നിലവിലുള്ള MLA പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതിപ്പം ഞങ്ങൾ അതിന്റെ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ഇതിൽ തന്നെ വിശ്വസിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെ നേരിട്ട് പോയി കഴിഞ്ഞാല് ജോസ് കെ മാണിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? സാധാരണഗതിയിൽ ഈ ഇലക്ഷൻ പോയിട്ടില്ല, അങ്ങനെ ആവശ്യത്തിനായിട്ട് ഞാനൊന്നും ഞങ്ങൾ പോയിട്ടില്ല. പോയി കഴിഞ്ഞാൽ പറഞ്ഞുള്ള അറിവേ ഉള്ളു, കുഴപ്പമൊന്നുമില്ല. മാണി സാറിനെ പോലെ തന്നെയാ എല്ലാരും, ആരും എന്നാലും എപ്പോഴും. മാണി സാറിനെ പോലെ തന്നെ ആകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതെ അതെ. ചേച്ചി, മിനി പറയാന്ന് പറഞ്ഞോണ്ടിരിക്കുക. കുഴപ്പമില്ല, ഈ പ്രാവശ്യം പുള്ളിക്കാരൻ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിചാരം. അതെന്താ അങ്ങനെ വിചാരിക്കാനുള്ള കാരണം? ഇതുവരെ നടന്നതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. പിന്നെ മോൻ വന്നായിരുന്നു, മോൻ വന്നു, പപ്പായ ഒരു പ്രാവശ്യം കൂടെ കയറ്റണം, പപ്പായ്ക്ക് ഒരു ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇവിടെയുള്ളവരോട് സംസാരിച്ചു. അപ്പൊ മോനിങ്ങനെ സംസാരിക്കുമ്പം ചേച്ചി എന്താണ് പറഞ്ഞ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമില്ല, വോട്ട് ചെയ്യാം, ആവശ്യങ്ങളൊക്കെ പുള്ളിക്കാരനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, ഞങ്ങള് പോയില്ല ഇതുവരെ, ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. ഇവിടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആണ് ഇതുവരെ? ഇടയ്ക്ക് വരുവ എടുക്കുകയും ആരെങ്കിലും മരണപ്പെടുകയൊക്കെ ആണെങ്കിൽ വരുവ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും മാണി സാർ, ജോസ് കെ മാണി ജയിക്കും എന്നുള്ള ഉറപ്പിലാണ്. ശരി ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഓടണ്ട എന്താണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ്? ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കണം കേരളം, അതാ എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും കാലം അവര് തന്നെ കോൺഗ്രസ് ഭരിച്ചു, എന്നിട്ട് ഈ തൊട്ടുതോടായ്മ മാറ്റിയെടുത്തത് കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ. പിന്നെ എന്തിനാ എന്റെ എന്നതിനാ പിന്നെയും തമ്പരാക്കന്മാരെ വളർത്തിക്കൊണ്ട് വരുമല്ലേ, അത് വേണ്ട, കമ്മ്യൂണിസ്റ്റുകാരൻ മതി. ഈ പെരേനും പറയുന്നതൊക്കെ പെരയ്ക്കകത്ത് കയറാറാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ. അങ്ങനെയൊന്നും പറയുന്നത് ജാതിപരമായിട്ടുള്ള ജാതിപരമായിട്ടല്ല, അവർ ഈ താണ ജാതി എന്ന് പറയാം. അവരൊക്കെ ഇപ്പൊ നേരത്തെ വാഴച്ചോട്ടിലൊന്നും ഉണ്ടെന്ന വൃക്ഷത്തിന്റെ പുറത്തുള്ള വാഴച്ചോട്ടിൽ ഇപ്പൊ തിന്നലും കയറാറാക്കി. ആരാ? കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരിക്കണമെന്ന് ഞാൻ പറയുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് ഭരിക്കണം. ഇപ്പൊ LDF സ്ഥാനാർത്ഥിയാണ് ജോസ് കെ മാണി. പുള്ളിനെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് പുള്ളി ജയിക്കോ? പുള്ളി ജയിക്കുമെന്ന് ചോദിച്ചാൽ പുള്ളി പൊതുപ്രവർത്തനത്തിൽ പുറകോട്ടാ. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉദ്ദേശിക്കുന്നത് പുള്ളിയെ ജയിപ്പിക്കണമെന്നുള്ള. ഇപ്പൊ ഇവിടെ ഉള്ളവരെല്ലാരും കമ്മ്യൂണിസ്റ്റുകാരാണ്. പുറകോട്ടാ എന്ന് പറയാൻ ഇപ്പൊ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം കിട്ടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, സാഹചര്യം കൂടിപ്പോയി. അപ്പന് ഒരുപാട് മുതലുണ്ടാക്കി കൊടുത്തല്ലോ, അപ്പൊ അതിരുന്ന് കഴിച്ചാ പോരെ. അപ്പൊ പുറത്തോട്ടുള്ള ജനങ്ങളെ അറിയണ്ടല്ലോ. പുള്ളിയുടെ മകൻ ഇവിടെ വന്ന് വോട്ട് പിടിക്കാനായിട്ട് എന്നാ പെരുമാറ്റ ചെറുക്കണ്ട, അതിന്റെ നാലിലൊന്നും ഇല്ല ഇങ്ങേർക്ക്. അതാണ് ഇങ്ങേരിൽ നിന്നുള്ള മനുഷ്യൻ അകന്നു പോകുന്നത്. ഇങ്ങേര് മനുഷ്യനിൽ നിന്ന് അകന്നു പോകുമ്പോ ഇയാൾക്ക് വോട്ട് കുറയും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇയാള് ജയിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ ഇയാള് പുറകോട്ട് പോയാൽ അങ്ങനെ വോട്ട് ചെയ്യും. ഈ ജോസ് കെ മാണി സാറിന്റെ മകനാണ് ഈ ഏരിയയിലൊക്കെ വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ എന്ത് പറഞ്ഞു പുള്ളി വന്നത്? ഞാൻ ജോസ് കെ മാണിയുടെ മകനാണ്, ഞാൻ അപ്പന് വേണ്ടി വോട്ട് പിടിക്കാൻ വന്നതാണ്. ഞാൻ ഇതൊക്കെ പോകുമ്പോ അപ്പന്റെ അപ്പം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പം വേറെ ഏരിയയിലാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, തിരക്ക് എല്ലാവർക്കും ഉണ്ട്. എനിക്കും തിരക്കണം, ഞാൻ കൂലിപ്പണിക്കാരനാ, എനിക്ക് തിരക്കുണ്ട്. എന്നെ ഒരു ദിവസം 2 പേര് വിളിച്ചാൽ എനിക്ക് തിരക്കല്ലേ. അതുപോലെയാണ് അവരൊക്കെ ചിരിക്കുന്നത് ഞാൻ പറയണ കേട്ടിട്ട്. ഞാനൊരു LDF കാരൻ. ഞാൻ വിദ്യാർത്ഥി ആയിരുന്ന കാലം മുതൽ LDF കാരനാണ്.
ഞാൻ ഇന്നും LDF-ലാണ് നിൽക്കുന്നത്. എൻ്റെ ആൾക്കാരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാ. കൊയ്ത്ത് പാടങ്ങളിൽ പണിത് ശരിക്കും തമ്പുരാക്കന്മാരുടെ നെറികെട്ട് ഞങ്ങളെയൊക്കെ ഇത്ര ആക്കിയെടുത്ത്. ഇപ്പൊ തമ്പുരാക്കന്മാരോട് എതിർത്ത് പറയാൻ ആക്കിയെടുത്തതാരാ? കമ്മ്യൂണിസ്റ്റുകാരാ. അതുകൊണ്ട് NDA യാതൊരു കാരണവശാലും ഇവിടെ പൊങ്ങരുത്, ഇവിടെ ജയിക്കരുത്. എന്റെയൊക്കെ ഒരു സാധ്യത ഉണ്ടോ ഇത്തവണ ഇവിടെ ഇല്ല, പാലയിൽ? കേരളത്തിലില്ല. കേരളത്തില് ചിലപ്പോ നിയമത്തോ അങ്ങടുത്ത് ചോദിക്കട്ടെ എന്താണ് എന്റെയൊക്കെ ഒരു സാധ്യത ഉണ്ടോ? ഇല്ല ഇല്ല. പറയേ. എന്റെ ഒന്നും പാലായി കയറിയല്ല. കേരളത്തിൽ നമുക്ക് പറയാൻ പറ്റിയല്ല, പാലായി കയറിയല്ല. പാലായിനെ തൊട്ട് കളിക്കാൻ എന്റെയൊക്കെ ആയിട്ടില്ല. ഇല്ല. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണ്. പാലയിൽ ഇത്തവണ ആര് ജയിക്കും? സാധ്യത അതൊരു സംശയമുള്ള ചോദ്യമാണ്. കാരണം ആര് ജയിച്ചാലും അത് വളരെ ചെറിയൊരു നേരിയ ഭൂരിപക്ഷമായിരിക്കും. എന്നാലും ഒരുപടി മുന്നിൽ എല്ലാവർക്കും സാധ്യത കാണുന്നുണ്ട്. ഈ NDAയുടെ വരവൊക്കെ എങ്ങനെയാണ്? അതെ, NDAയുടെ വരവ് കൊണ്ടാണ് മത്സരം ഇത്രയും ടൈറ്റായി മാറിയിരിക്കുന്നത്. ജോസ് കെ മാണിയെ സംബന്ധിച്ച് എന്താണ്? ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു പുള്ളിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ ഈ സിറ്റിംഗ് MLA മാണി സി കാപ്പൻ. മാണി കാപ്പനും വളരെ ടൈറ്റ് മത്സരമാണ്. പുള്ളിയുടെ പ്രായമൊക്കെ ഒരു പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. എങ്ങനെയുണ്ട് പാലയിലെ തെരഞ്ഞെടുപ്പ് വിശേഷം? പാലായിലും പറയാൻ പറ്റത്തില്ല. ജോസ് കെ മാണി ജയിക്കുമെന്നാ ഞങ്ങളുടെയൊക്കെ ഒരു ഇത്. ആണോ? അതെന്താ അങ്ങനെ തോന്നുന്നത്? അല്ല, നമ്മള് കൂടുതലായിട്ടും പുള്ളിയുടെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് എല്ലാവരും, പക്ഷെ മകൻ അത്രയൊന്നും ഇതില്ല. എന്നാ പോലും പുള്ളി ജയിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു മത്സരം പാലയില്? പാലായില് ഇനിയിപ്പോ 3 പേരും സ്ട്രോങ് ആയിട്ടുള്ള ഇതാന്ന് തോന്നുന്നു. പിന്നെ കൂടുതലും ഇത് ജോസ് കെ മാണി ജയിക്കണം. ആര് ജയിക്കുന്ന അറിയാൻ ഒരു ആകാംക്ഷയുണ്ടോ ഇത്തവണ? ഇവിടെ LDF തന്നെ വീണ്ടും പറഞ്ഞോന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കാര്യം പെൻഷനൊക്കെ ആണെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ടൊക്കെ ആണെങ്കിലും വരുന്നുണ്ട്. സാധാരണക്കാരുടെ ഒക്കെ ആയിട്ട് ഈ റോഡൊക്കെ ആണെങ്കിലും നല്ല ഇതായിട്ട് ഇതൊക്കെ പോകുന്നതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ്. LDF തന്നെ പറഞ്ഞോന്നാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നമ്മള് ഇവിടെ വിശേഷങ്ങൾ അറിയാൻ വന്ന ഇലക്ഷൻ വിശേഷങ്ങൾ എന്താണ്? ഇവിടെ ആര് ജയിക്കും? അവിടെ വോട്ട് കൂടുതൽ കിട്ടുന്നവർ ജയിക്കും. ആർക്ക് കിട്ടും കൂടുതൽ വോട്ട്? അതിപ്പോ അവരുടെ പ്രവർത്തനം പറ്റും. ഈ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് എന്താ തോന്നുന്നു? ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല. ആര് ജയിക്കും ഇത്തവണ ഇവിടെ? അറിയത്തില്ല. കണ്ടിട്ട് എന്താ തോന്നുന്നു? ആര് ജയിക്കും? ജയിക്കും ജോസ് കെ മാണി. അതെന്താ? അതെന്താ അങ്ങനെ പറഞ്ഞു? പറ. അല്ല, നിങ്ങൾ എന്നാ പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കാ, എന്റെ ഒരു സംശയം ചോദിക്കാ. ജോസ് കെ മാണി ജയിക്കും ചേട്ടൻ ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താ? ഞങ്ങൾ ദിവസക്കാരാ ആ കൂടെ നിൽക്കുന്നു. ജോസ് കെ മാണി ജയിക്കും, അതേ ഉള്ളു പറയാൻ. ഇനി വല്ല സംശയമൊന്നും പറയാൻ പറ്റില്ല. ഇനി എന്നാ ആർക്കറിയും? അതാ ദൈവം തീരുമാനിക്കും ആർക്കാ കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കും. അതവര് കൊടുക്കും. ജോസ് കെ മാണി തന്നെ ജയിക്കും. ജയിക്കണം.